ഹലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണെന്ന്. ഞാൻ എൻ്റെ ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഈ ചോദ്യത്തിന് ഉത്തരവും ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതി എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവും ഒന്നാണെന്ന്. ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാന ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും ഒക്കെ കൃതികൾ പരീക്ഷാ പേപ്പറുകളിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ നോക്കുമ്പോൾ സ്തോത്രകൃതികളിൽ പെട്ട ഗുരുവിൻ്റെ കൃതികളാണ് ശിവപ്രസാദ പഞ്ചകം, ശിവശതകം, ഷൺമുഖ സ്തോത്രം, സുബ്രഹ്മണ്യ കീർത്തനം, വിനായക അഷ്ടകം, വാസുദേവാഷ്ടകം തുടങ്ങിയവ. ഗുരുവിൻ്റെ പ്രബോധനാത്മക കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് ജാതി നിർണയം, ജാതി ലക്ഷണം, ജീവകാരുണ്യ പഞ്ചകം തുടങ്ങിയവ. ഗുരുവിൻ്റെ ദാർശനിക കൃതികളിൽ പ്രധാനപ്പെട്ട കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം, അനുകമ്പ ദശകം, ദർശനമാല തുടങ്ങിയവ. ഇതിൽ മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്ന് സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചിട്ടുള്ള കൃതിയാണ് ആത്മോപദേശ ശതകം. ഗുരു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഉപനിഷത്താണ് ഈശാവാസ്യോപനിഷത്ത്. തമിഴ് വേദമായ തിരുക്കുറൽ മലയാളത്തിലേക്ക് ഗുരു തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചട്ടമ്പിസ്വാമിയുടെയും ഗുരുവിൻ്റെയും കൃതികൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ചില കൃതികളുടെ പേരുകളിൽ സാദൃശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അദ്വൈത ദീപിക എന്ന കൃതി ശ്രീനാരായണ ഗുരു രചിച്ചതാണെങ്കിൽ അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ്. അതേപോലെ ജാതി നിർണയം, ജാതി ലക്ഷണം ഈ രണ്ട് കൃതികളും ശ്രീനാരായണ ഗുരുവിൻ്റെതാണെങ്കിൽ ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ച് വരാറുള്ളതാണ്. ജാതി നിർണയം, ജാതി ലക്ഷണം ഗുരുവിൻ്റെ കൃതികളാണെങ്കിൽ ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. ജീവകാരുണ്യ പഞ്ചകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണെങ്കിൽ ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ്. അപ്പം ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പിസ്വാമിയുടേതാണ്. ജീവകാരുണ്യ പഞ്ചകം ഗുരുവിൻ്റെതാണ്. ജാതി ലക്ഷണം, ജാതി നിർണയം രണ്ടും ഗുരുവിൻ്റെതാണ്. ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. ഈ ജാതി നിർണയം എന്ന കൃതിയിലെ വരിയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരു ആകാരം, ഒരു വേദവുമില്ലതിൽ എന്നുള്ളത്. ഇനി ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചോദ്യം ഇതാണ്: അരിയുപ്പുറം ശിവപ്രതിഷ്ഠ 1888 അരിയുപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. 2026 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിഭേദം, മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഈ ഒരു സന്ദേശത്തെ രാജ്യത്തിന് മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് ആര്? ഇതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.